ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ നിഷ ഷിബി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റവ കേക്കാണ്. ഇതിനകത്ത് നമ്മൾ ഓവനും ബീറ്ററൊന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. അതുപോലെ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് മിക്സിക്കകത്ത് വെച്ചിട്ടാണ്. അതുപോലെ ഇതിനകത്ത് നമ്മൾ മുട്ടയോ ബട്ടറോ ഒന്നും ചേർക്കാതെ തന്നെ ഈ ഒരു കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ലൊരു അടിപൊളി റവ കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമാകും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുക്കറിനകത്താണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിത്തിരി വെജിറ്റബിൾ ഓയിലോ ബട്ടറോ ഉപയോഗിച്ചിട്ട് ഗ്രീസ് ചെയ്യുക. ഒത്തിരി ഓയിൽ യൂസ് ചെയ്യരുത്, കാരണം ഓൾറെഡി റവ കേക്കിൻ്റെ സൈഡൊക്കെ ഒരിത്തിരി ക്രിസ്പി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ കൂടുതൽ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈഡ് വല്ലാതെ അങ്ങ് ഹാർഡായി പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ കയ്യിലില്ലാത്തവർക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. ട്യൂട്ടി ഫ്രൂട്ടി നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈന്തപ്പഴമോ നട്ട്സൊക്കെ യൂസ് ചെയ്യാം. ഇതിനകത്തോട്ടേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് കേക്കിൻ്റെ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെന്നിട്ട് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ വലിയ ജാറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിന് ഈ സെയിം കപ്പിന് തന്നെയാണ് നമ്മൾ ഇനി ഇതിനകത്തോട്ടേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് റവ എടുത്തപ്പോൾ ഒരു കപ്പ് പാല്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പില്ലാത്തവർക്ക് ഇതേ രീതിയിൽ ഒരു ബൗൾ എടുക്കാം. അതേ ബൗളിന് തന്നെ എല്ലാ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് ഉപയോഗിക്കുക, നല്ല തണുപ്പോടുകൂടി യൂസ് ചെയ്യരുത്. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷമുള്ളതൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നേരം മിക്സി ചൂടാകുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ നിൽക്കണ്ട. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഇത് നല്ല ക്രീമി ആയിട്ട് കണ്ടില്ലേ, ബാറ്റർ നല്ല രീതിയിൽ റെഡിയായി കിട്ടും. നമ്മുടെ റവയൊക്കെ നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ നല്ല രീതിയിൽ റെഡിയായി കിട്ടും. ഇനി നമ്മൾ ഒരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എസൻസോ ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കരുത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ ആവശ്യമായിട്ടുള്ളൂ. ഒന്നങ്ങ് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക. ഒത്തിരി സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. ഒരു 15 മിനിറ്റ് റവയല്ല, അതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ഇത് ഒത്തിരി അങ്ങ് കുറുകി വന്നിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഓയിലൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്രീമി ആയിട്ട് കണ്ടില്ലേ, ഓയിലൊക്കെ തെളിഞ്ഞ ആ ഒരു രീതിയിലാണ് റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനകത്തോടെ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ്. ഇതാണ് ഇതിലെ പ്രധാന ചേരുവ. 1/2 കപ്പ് തൈരാണ് യൂസ് ചെയ്യുന്നത്. അധികം പുളിയില്ലാത്ത തൈരുമാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി പുളിക്കുന്ന തൈര് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഒരിത്തിരി വാനില എസൻസോ അതല്ലെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഏത് എസൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയും മൈദയും കൂടി മിക്സ് ചെയ്ത് ചേർക്കണം. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഞാൻ ആ ട്യൂട്ടി ഫ്രൂട്ടിയുടെ മിക്സാണ് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ആ 15 മിനിറ്റിന് ശേഷം തൈര് ചേർക്കുന്ന സമയത്ത് വേണം ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കാൻ. ആദ്യമേ നമ്മൾ ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ ചേർത്തിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ല. കാരണം സോഡ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ തൈരുമായിട്ട് നമ്മൾ ജസ്റ്റ് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ വേണം നമ്മൾ ഈ സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. നന്നായി മിക്സായി ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിനകത്തോട്ടേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് തറയിൽ തട്ടി എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി ട്യൂട്ടി ഫ്രൂട്ടിയും ചെറീസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ കുക്കർ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. കുക്കർ ഇറക്കി വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40 മിനിറ്റ് തുടങ്ങി 50 മിനിറ്റ് വരെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് തുടങ്ങി 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് 40 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് 40 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ഒട്ടുന്നത് പോലെ തോന്നി. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് വെച്ച് നോക്കാം ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ സ്റ്റിക്ക് നന്നായിട്ട് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതായത് 40
45 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. എപ്പോഴും ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് പാത്രത്തിനകത്ത് മാറ്റാൻ. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഒന്നുകിൽ പൊടിയോ അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഉള്ളിൽ നിന്നും ശരിക്കും ഒരു റെഡിയായി കിട്ടിയിട്ടുണ്ടാവില്ല. എപ്പോഴും കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഈ ഒരു കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സൈഡിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാകും. ഓവനിലാണെങ്കിൽ മുകൾ ഭാഗത്തും കുറച്ച് കൂടുതൽ ബ്രൗൺ ഷെയ്ഡായിട്ടാണ് കിട്ടുക കേട്ടോ റവ കേക്ക് ആകുമ്പോൾ. അപ്പോൾ നമുക്കൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഏലക്കപ്പൊടി വെച്ച് ചെയ്തപ്പോഴും ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. എസൻസ് ഉപയോഗിക്കാതെ ഏലക്കപ്പൊടി ഇതിന് നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കുറേ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റം വരുത്തി ചെയ്തെടുക്കുക, ഓരോരുത്തരുടെയും ഫ്ലേവറിനനുസരിച്ചിട്ട്. കണ്ടില്ലേ, ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്നുള്ളത്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പ് കയ്യിലില്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ബൗൾ എടുക്കുക. ആ ഒരു ബൗളിൻ്റെ കണക്കിനനുസരിച്ചിട്ട് 1 കപ്പ് 1/2 കപ്പ് എന്നുള്ള രീതിയിൽ എടുത്താലും ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.